ശബരിമല സ്വർണ്ണ കവർച്ച ഗൂഢാലോചന നടത്തിയത് 3 പേർ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ സൂത്രധാരകർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും നാഗഗോവർദ്ധനുമാണെന്ന് SIT. നാഗഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്ത് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. ശബരിമലയിൽ വൻ കവർച്ച നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നതായും SITയുടെ റിപ്പോർട്ടിലുണ്ട്. ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ, പ്രഭാമണ്ഡലം എന്നിവിടങ്ങളിൽ നിന്നല്ലാതെ എവിടെ നിന്നൊക്കെ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പരിശോധിക്കണം. സ്വർണം പൂശാൻ എന്ന പേരിൽ പല സാധനങ്ങളും കൊണ്ടുപോകാൻ അവസരമുണ്ടായിട്ടുണ്ട്. ആ ഉരുപ്പടികൾ അവിടെ തന്നെ അതേ നിലയിൽ നിൽക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം. ശബരിമലയിലെ പാടുകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം കൊണ്ടുപോയത് ഗോവർദ്ധനാണ്. 494.96 ഗ്രാം സ്വർണമാണ് ഇങ്ങനെ കവർന്നത്. എന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി ഗോവർദ്ധൻ 1.5 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് നടത്തിയിട്ടുണ്ടെന്നത് കോടതി ചെവിക്കൊണ്ടില്ല. ദാനധർമാദികളും വഴിപാടുകളും ചെയ്തതുകൊണ്ട് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാകാൻ കാരണമാകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും SIT റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2019 സ്വർണ്ണ കവർച്ച എങ്ങനെ മറയ്ക്കാമെന്നതിനെ പറ്റി ആലോചിക്കാൻ മൂവരും 2025 ഒക്ടോബറിൽ ബംഗളൂരുവിൽ ഒത്തുകൂടിയിരുന്നു. ഇതിന്റെ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR പരിശോധനയിൽ നിന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതലായി എന്തൊക്കെ കവർച്ച നടന്നുവെന്ന് പരിശോധനാ ഫലം പുറത്തു വന്നാലേ അറിയാനാവൂ. ന്യൂസ് ബ്യൂറോ, എറണാകുളം.